ഞാൻ സമയം നോക്കുമ്പോൾ വാച്ചിൽ 3:30, ക്ലോക്കിൽ നോക്കിയപ്പോൾ 6:30. വേഗം എഴുന്നേറ്റു, ഫോൺ എടുത്തു, ഓഫായി കിടക്കുക, ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തി. ഫോൺ ഓണായി. സാധാരണ ഫോണാണ്, നമ്മുടെ ഇങ്ങനത്തെ ടച്ച് ഫോണൊന്നുമല്ല. ഇത് ഓണായി വന്നപ്പം ഇതിനകത്ത് വേറൊരു സമയം. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ ഇതുപോലെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു സ്ത്രീയുടെ പിന്നാലെ പോയിട്ടുണ്ട്. ജോലി ചെയ്തിരുന്ന ആളുകൾ, ബസ്സിൽ ജോലി ചെയ്യുന്നവരൊക്കെ വെളുപ്പിനെ ഇതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്ത് പോയി വീണ് മരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇരുമ്പൂന്നിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്, ആ ഭാഗത്താണ് ഇപ്പോൾ അവരുടെ പ്രസൻസ്. ഇത് ഞാൻ പറഞ്ഞേ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നമ്മുടെ തപോബലം കൊണ്ടും ബലം കൊണ്ടും അല്ല നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും കൗശലമാണ്. ശരിക്കും മന്ത്രവാദ ക്രിയകളിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും അവനവൻ്റെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കാര്യം ശ്രദ്ധിക്കാൻ ഒരു ഗ്രൂപ്പ് വേണം. നമുക്ക് കുറച്ച് ഡിഫൻസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. നമ്മുടെ കാര്യം നോക്കാൻ അവിടെ ആൾ വേണം. നോക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ. ഇതെന്താ സംഭവിച്ചതെന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്തെങ്കിലും ആട്ടോ, കിടന്നുറങ്ങാന്ന് തോന്നി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ കൂടെയുള്ള കക്ഷി സ്ഥലം വിട്ടു. എന്തോ പന്തികേടാന്ന് പുള്ളിക്ക് തോന്നിയോണ്ട് പുള്ളി വരാന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. രാത്രി ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ എന്നിട്ട് ഈ സമയം നോക്കുമ്പോൾ രാവിലെ നേരം വെളുത്തു, അമ്പലത്തിലേക്ക് പോകണം. ഞാൻ ഒരു ഓർമ്മയില്ല. അപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ പൂജ കഴിക്കാം. ഞാൻ സമയം നോക്കുമ്പോൾ വാച്ചിൽ 3:30, ക്ലോക്കിൽ ഫോൺ ഓഫ്. ക്ലോക്കിൽ നോക്കിയപ്പം 6:30. അപ്പോൾ 6:30 വേഗം എഴുന്നേറ്റു, ഫോൺ എടുത്തു, ഓഫായി കിടക്കുക, ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തി. ഫോൺ ഓണായി. സാധാരണ ഫോണാണ്, നമ്മുടെ ഇങ്ങനത്തെ ടച്ച് ഫോണൊന്നുമല്ല. ഇത് ഓണായി വന്നപ്പം ഇതിനകത്ത് വേറൊരു സമയം. ഇത് 5:15 അങ്ങനെ 4 മണി മറ്റോ കാണിക്കാം. അപ്പോൾ ഇത് സംശയമായപ്പോൾ ഞാൻ ഇവിടുന്ന് അവിടെ തന്നെ താമസിക്കുന്ന അമ്പലത്തിൽ കിടക്കുന്ന ഒരാളെ വിളിച്ചു. അയാളും ജീവനോടുണ്ട് ഇപ്പോൾ. പുള്ളിയെ വിളിച്ചിട്ട് ചോദിച്ചു, സ്വാമി ഇതിനകത്ത് സമയം എത്രയായി? അപ്പോൾ എന്തിനാ സ്വാമി ഈ വെളുപ്പിനെല്ലാം വിളിക്കുന്നത്? 4 മണിക്കൊക്കെ എന്നെ വിളിക്കുന്നത്? നിങ്ങൾ 6 മണിയായിട്ട് വന്നാൽ മതി, 6 മണി കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ അപ്പോഴേ എഴുന്നേക്കത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ ശരിയെന്ന് പറഞ്ഞ് വെച്ചു. പിന്നെ ഞാൻ വിളിക്കാം അന്നേരം. അപ്പോൾ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഇൻസിഡന്റ് ഉണ്ടായി. അപ്പോൾ ആ കാര്യം കേട്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഒരു കാര്യം ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാർ പറയുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി. ശരി, ഞാൻ വിളിച്ചിട്ട്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ അമ്പലത്തിൽ ചെന്നു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ ഇതുപോലെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു സ്ത്രീയുടെ പിന്നാലെ പോയിട്ടുണ്ട്. പക്ഷെ അമ്മ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന ആരൊക്കെയോ കണ്ടു അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. അത് കൂടാതെ ജോലി ചെയ്തിരുന്ന ആളുകൾ, ബസ്സിൽ ജോലി ചെയ്യുന്നവരൊക്കെ വെളുപ്പിനെ ഇതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്ത് പോയി വീണ് മരിച്ചിട്ടൊക്കെ ഉണ്ട്. സമയമായി വെച്ചാൽ റെഡിയായി പോകേണ്ട സമയമായി എന്ന് പറഞ്ഞ് ഉണർന്ന് എഴുന്നേറ്റ് റെഡിയായി പോകുന്ന വഴിക്ക് അങ്ങനെ ജോലിക്ക് പോയി മരിക്കുക. അങ്ങനെ 2-3 ഇൻസിഡൻറ്റ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു യക്ഷിണി വർഗമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ വന്നു. അപ്പം അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ റീസെൻ്റായിട്ട് തന്നെ എനിക്ക് ഒരു മുറിയിൽ എന്തോ ഒരു പ്രസൻസ് പോലെ രാത്രിയിൽ ഫീൽ ചെയ്തു പെട്ടെന്ന്. ഞാൻ പിന്നെ സ്വപ്നം കാണുകയാണ്, ഇങ്ങനെ വിരൽ മുറിക്കുന്നത്, ഇങ്ങനെ രക്തം വീഴ്ത്തുന്നത്, ഇരുന്ന് ഭുവനേശ്വരിക്ക് ജപിക്കുന്നത്, അപ്പോൾ ഇത് മാഞ്ഞു പോകുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണം, കത്തിന്ന് പറഞ്ഞിരിപ്പുണ്ട്, വിരൽ മുറിഞ്ഞിട്ടുമുണ്ട്. ആണല്ലേ? അപ്പം ഒരു തീറ്റയിൽ വെച്ചിട്ട് ആ സ്റ്റേറ്റിൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഇത്ര മാനസിക ബലമൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. എവിടെയോ ഒരു തട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ബിയോണ്ട് ദ ലിമിറ്റായി എന്ന് മനസ്സിലായി. ഞാൻ അടുത്തത് ഇനി മേടിക്കും. പിന്നെ ഞാനൊരു ഗുരുനാഥനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ഒരു യക്ഷിയായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നീ അവരെ പലതവണ ഉച്ചാടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ കഥകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇരുമ്പൂന്നിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്, ആ ഭാഗത്താണ് ഇപ്പോൾ അവരുടെ പ്രസൻസ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ബ്ലോക്ക് ചെയ്യാം, ഇനി അതിലെ പോകണ്ട, ആ പ്രദേശത്തൂടെ പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് സ്റ്റോപ്പായി. അദ്ദേഹത്തിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റി. അദ്ദേഹം ശരിയാക്കി തന്നു. ഒരു നവരാത്രി കാലത്ത് എൻ്റെ അവിടെ ഒരു കാളകെട്ടിലൊരു സ്വാമിയാരുണ്ട്. സ്വാമിയെ കൊണ്ട് രാത്രിയിൽ കൊണ്ടുപോയി ഞങ്ങൾ എരുമേലി വഴി കണമല വഴി കയറി ഇരുമ്പുന്നിക്കര പോകാതെ സ്വാമിയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ മുണ്ടക്കയം വഴി കാഞ്ഞിരപ്പള്ളി വഴി പോകണം എന്ന് പറഞ്ഞു.
വണ്ടി ഡ്രൈവറോട് ഞാൻ പറഞ്ഞു കാഞ്ഞിരപ്പള്ളി വഴിയെ പോകാൻ പാടും. രാത്രി 12 മണിയാണ്. പക്ഷെ പുള്ളി അതുവഴി പോയി. പുള്ളി എന്ത് ചെയ്തെന്ന് അറിയാമോ? കാഞ്ഞിരപ്പള്ളി ഞാൻ ഉറങ്ങിയും പോയി. പുള്ളി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ആരാണ്ടോട് വഴി ചോദിച്ചു. അപ്പോൾ അയാൾ എന്തിനാ ഈ കാഞ്ഞിരപ്പള്ളി വഴിയെല്ലാം പോകുന്നു, ഇതിലെ പോയാൽ നേരെ എരുമേലി വഴി പോകാലോ. നേരെ ഇരുമ്പൂന്നിക്കര വഴി കൊണ്ടുപോയി. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഒരു വിളി വരികയാണ്. ഒരു കുട്ടിയും ഒരു അമ്മയും കൂടെ വിളിക്കുകയാണ്. മോന് ഭയങ്കര പ്രശ്നം, അങ്ങനെ ഇങ്ങനെ ഞങ്ങളൊന്ന് വീട്ടിലേക്ക് വരട്ടെ, വന്നോളാൻ പറഞ്ഞു. അപ്പോൾ മോൻ അവിടെ വന്നിരുന്നു. ഞാനിങ്ങനെ അവിടെ ഇരുത്തിയിട്ട് നീ അവിടെ ഇരിക്കും കുറച്ച് നേരം. ഞാനവിടെ ഇരുത്തി ഞാനിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് തുള്ളി തുടങ്ങി. അപ്പോൾ ആരാ? ഞാനിങ്ങനെ എന്നെ മരിച്ചു പോയതാണ്, വെള്ളത്തിൽ വീണ് മരിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ആവാഹിച്ച് കൊണ്ടുപോകണം, ചന്ദനൂട്ടിയിൽ ആവാഹിക്കണം എന്നൊക്കെ എന്നോട് പറയാത്, ഫാദർ പറയാം. അപ്പോൾ ഉടനെ ശരി വീട്ടിൽ വരാം, അപ്പോൾ വാക്ക് തരണം വീട്ടിൽ വന്ന് ആവാഹിക്കുന്നു. ഓ ശരി പറയാൻ തുടങ്ങുക, ആവാഹിക്കാം. നിന്റെ വീട് എവിടെയാ? ഇരുമ്പൂന്നിക്കര. ഇരുമ്പൂന്നിക്കര എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പയ്യെ സ്റ്റോപ്പായി. അപ്പം ഞാൻ അവിടെ ഇരുന്നുണ്ട്. എൻ്റെ ഒരു ചേട്ടനെ പോലെ തന്നെ എനിക്ക് അത്ര ആത്മബന്ധമുള്ള ഒരു അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ മുമ്പിൽ വന്നിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞു, നീ വലിയ അപകടത്തിലാണ്. ഞാൻ ഇല്ല, ഇതൊരു ചെറിയ പാതയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആവാഹിക്കാം, മാറ്റാം. അതല്ല, തേവാരത്തിന്റെ ബലത്തിൽ അകത്ത് കയറാൻ മേലാതെ ഒരാൾ വെളിയിൽ നിൽപ്പുണ്ട്, പുറത്തുണ്ട്. അതൊരു ഈ വകുപ്പിൽപ്പെട്ട ഒരു സാധനമാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് പോകാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത് 2018 ഞങ്ങൾ അപ്പം വീട്ടിലൊരു എനിക്ക് പറഞ്ഞാൽ ഞങ്ങൾ താമസം കുഞ്ഞായി, അതെ കുഞ്ഞായി, പൊടിക്കൊച്ചുണ്ട്. പിന്നെ ഞാൻ ആദ്യത്തെ അന്ന് ബ്ലോക്ക് ചെയ്ത അദ്ദേഹത്തെ വിളിച്ചു. പുള്ളി പറഞ്ഞു, നമുക്കിങ്ങനെ ഈ ശ്രീവിദ്യക്കാർക്ക് യോഗിനിമാരുമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാകുന്നത് നല്ലതല്ല, ശരിയാ. അപ്പോൾ അതുകൊണ്ട് സമസ്താപരാധം പറഞ്ഞാൽ മതി, അതിന് നമ്മൾ കുറഞ്ഞ ആളായി പോയല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. ക്ഷമ പറഞ്ഞാൽ ക്ഷമിക്കാൻ തയ്യാറായിട്ടുള്ള മാതൃഭാവം അവർക്കുണ്ട്. അതുകൊണ്ട് നീ നന്നായിട്ട് ആവാഹിച്ചൊരു പൂജയൊക്കെ കൊടുത്ത് കാലയെ പിടിച്ച് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ മതി. മണ്ടത്തരം കൊണ്ട് പറ്റിയ അപ്പം വരുന്നവനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ പലതും വിട്ടുപോയിട്ട് ചെയ്യുന്നതാണ്. അതെ. അങ്ങനെ ഞാനൊരു നല്ല ഗുരുതിയൊക്കെ ഉണ്ടാക്കി ആവാഹിച്ച് പൂജിച്ച് പായസവും വെള്ളയും ത്രിമധുരവും ഒക്കെ ഉണ്ടാക്കി ഒരു പൂജയൊക്കെ കഴിച്ച് അവരെ തന്നെ ആവാഹിച്ച് പൂജിച്ച് ഭഗവതിയായിട്ട് തന്നെ പൂജിച്ച് സമസ്താപരാധം പറഞ്ഞ് കാലേ കെട്ടി വീണ് ഉപദ്രവിക്കരുത്, കുഞ്ഞുങ്ങളൊക്കെ ആയി, ഇനി മേലാൽ ഇങ്ങനത്തെ അബദ്ധത്തിൽ പോയി പെടാതെ നോക്കിക്കോളാം. ഒഴിഞ്ഞു. ഈ യക്ഷിണി പറയുന്നത് ഭയങ്കര പ്രത്യക്ഷമാണ്. അതെ. ഈ സാധാരണ മരിച്ചു പോയ ആൾക്കാരിൽ ഈ യക്ഷിയായി മാറുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ പറയുന്ന സിനിമയിലേ ഉള്ളൂ. അതായത് ഈ നമ്മുടെ അപമൃത്യു വന്ന്, അതായത് നമ്മളൊരു വാഗമണ്ണിൽ സ്ഥിരം ഒരു ക്യാമ്പ് ചെയ്യുമല്ലോ രാജേഷ്, എല്ലാ മാസവും ഒരു ക്യാമ്പ്. അവിടെ ഒരു 30-40 പേര് ക്യാമ്പിന് വരും. അതിൽ മിക്കവാറും ആൾക്കാർക്കും ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പോകാറില്ലായിരുന്നു. ഒരു കൊച്ചുകുട്ടി, ഏകദേശം ഒരു 12-13 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് ദേഹത്തുണ്ട്, അമ്മയുടെ ദേഹത്തുണ്ട്. ഈ കുട്ടിയെ എന്തെങ്കിലും ചെയ്താൽ അമ്മ പ്രൊവോക്കാവും, അമ്മയെ ചെയ്താൽ കുട്ടി പ്രൊവോക്കാവും. ജപിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് രണ്ടുപേരും ഒരുപോലെ പ്രൊവോക്കാവും. കുട്ടിയെ അടിക്കുന്ന അടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിക്കുന്ന ഏതൊരാളും വീഴുന്നു പോകും. പക്ഷെ ആരെക്കൊണ്ടും പറ്റിയില്ല. ലാസ്റ്റ് ഒരു അദ്ദേഹത്തിനെ വിളിച്ചു, അത് സോൾവ് ആയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അപമൃത്യുവിൽ സംഭവിച്ച അദ്ദേഹത്തിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. ഇപ്പം എൻജിൻ കിട്ടിയാൽ നമുക്ക് എന്തുണ്ടാക്കാം. ഇപ്പം കരിമ്പാട്ടുന്ന മെഷീൻ, അതെ. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 2 വീലർ ഉണ്ടാക്കാം, അത്യാവശ്യം ഓടുന്ന വണ്ടി ഉണ്ടാക്കാം, വേണമെങ്കിൽ മോട്ടോർ, വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ ഉണ്ടാക്കാം, അല്ലേ? അതെ. അങ്ങനെ എന്ത് പൊടിക്കുന്ന മെഷീൻ ഉണ്ടാക്കാം എന്ന് പറയുന്ന പോലെ ഈ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഇവരുടെ ചിത്തം ഉണ്ടല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബോഡി സൂക്ഷ്മതലത്തിൽ ശരീരം കൊടുത്താൽ മതി. അതിനാണ് ഈ യക്ഷി മന്ത്രങ്ങൾ. ഇപ്പോൾ നമ്മൾ യക്ഷിണി മന്ത്രം കൊണ്ട് പൂജിച്ച് അതിന് യക്ഷിണി മന്ത്രം കൊണ്ട് തർപ്പണം ചെയ്ത് അതിൻ്റെ ഹോമമൊക്കെ ചെയ്ത് സംവാദമൊക്കെ സ്പർശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ആ വകുപ്പിൽപ്പെട്ട സാധനവും. ഓക്കെ. നമ്മൾ വിഷ്ണുവായിട്ട് പൂജിച്ച് നമ്മളിപ്പോൾ തിലഹോമം ചെയ്ത് അഷ്ടാക്ഷരി കൊണ്ട്
നാരായണ മന്ത്രം കൊണ്ട് പൂജിച്ച് വിഷ്ണുവായിട്ട് പൂജിച്ച് ഉം. തിലഹോമം ചെയ്ത് സംഭാ സ്പർശിക്കുമ്പോൾ ഇതിന് മുക്തിയിലേക്ക് പോവാം. ശരിയാ, മോക്ഷത്തിലേക്ക് പോവുക. അതേ പ്രോസസ്സിനെ നമുക്ക് തിരിച്ചാക്കാം. ഓക്കെ. അങ്ങനെ ആക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലല്ലേ? അങ്ങനെ സാധാരണക്കാരനെ കൊണ്ട് ഒരു ലോക്കൽ ഒരു ചോട്ടാമോട്ടാ മന്ത്രവാദിക്കൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് സ്വരൂപമാറ്റം വരുമ്പോൾ തന്നെ ആദ്യത്തെ അവൻ്റെ അത് അടി കൊള്ളാൻ തയ്യാറായിട്ടിരുന്നോണം. ശരി. നമ്മൾ പറയുന്നതൊക്കെ നമ്മുടെ കുഞ്ഞമ്മയൊന്നും അല്ല അത്. അതെ. ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ ഉള്ളത് ഇവർക്കല്ലേ? അല്ലേ? അതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും? ചില ആൾക്കാർക്ക് ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഞാൻ ഈ പൂജയിൽ വന്നു, പഠിച്ചു, ഒരു പൂജാരിയായി, അല്ലെങ്കിൽ ശാന്തിയായി, അല്ലെങ്കിൽ തന്ത്രിയായി, പക്ഷേ പലതും ആവാഹിക്കുമ്പോൾ ഈ ആവാഹിക്കുന്ന സാധനം ഞാൻ വീട്ടിൽ കൊണ്ട് പോവുകയാണ്. അത് ഏറ്റവും വളരെ പ്രസിദ്ധനായ ഒരാളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഞാനോട്ട് അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കേസാണ്. പ്രതിഭ, ഞാൻ ഒരു സംഭവത്തിൽ പോയി ആവാഹിച്ചു കൊണ്ടുവന്നു, കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് മറന്നുപോയി. നെക്സ്റ്റ് ഡേ മോള് പ്രഗ്നൻ്റായി, ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വിട്ടുപോയി. ഇത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പുള്ളി ബുള്ളറ്റ് എടുത്ത് പോയ സമയത്ത് വഴിയിൽ വെച്ച് ആക്സിഡൻ്റ് ആയി, കാല് എന്തോ സംഭവിച്ചു. ഗുരുദാനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നിൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നു. അപ്പോഴാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതുപോലെ എത്രയോ ആൾക്കാർ വീട്ടിൽ കൊണ്ട് പോവുകയും അല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് വിട്ടു പോകാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു പേടിയില്ലേ? അതായത് ഞാൻ ആവാഹിക്കുന്ന എന്നിൽ നിന്ന് എങ്ങനെ പോകുമെന്നൊരു പേടിയില്ലേ? കുറേ പേർക്ക് പല സംഭവങ്ങളുണ്ടെങ്കിൽ തന്നെയും ഈ ഡിഫൻസ് അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ജപമാണെങ്കിലും ഒരു പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടല്ലേ പോവുള്ളൂ. ഉറപ്പായിട്ടും അതെ. നമ്മൾ ചന്ദനം ചുവന്നാൽ ചന്ദനം മണക്കും, ചാണകം ചുവന്നാൽ ചാണകം മണക്കും. എന്തോ യൂഷ്വൽ തിയറി അല്ലേ? അതെ. എന്തായാലും വരും. അത് വാങ്ങാൻ തയ്യാറായിട്ടേ പണിക്ക് നിൽക്കാവുള്ളൂ. പക്ഷേ അവനവൻ്റെ ജപം കൊണ്ടും ഉപാസന കൊണ്ടും മറികടന്ന് പോകണം. അതെ. ഈ കുറേ അങ്ങ് കഴിയുമ്പം ഇതൊന്നും ഈ കറണ്ട് കൈകാര്യം ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞില്ല. ഒരു 100 വോൾട്ടിൻ്റെ അടിയൊന്നും ഒരു വിഷയമല്ലാത്ത ആൾക്കാരില്ലേ? ശരി. നമുക്കൊരു ബാറ്ററി അടിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. 12 വോൾട്ടിൻ്റെ അടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം നല്ല തരിപ്പായിരിക്കും. ശരി. ചില ആൾക്കാർ KCBയിലേക്ക് ചില ലൈൻമാൻമാരൊക്കെ ഒന്നും ഒരു വിഷയമല്ലത്. അതെ. സ്ഥിരം അടിക്കുന്നതുകൊണ്ട് അവർ പിരിച്ചൊക്കെ ഇട്ട് കളഞ്ഞു. അതെ. അപ്പം എന്ന് പറയുന്ന പോലെ കുറേ കഴിയുമ്പോൾ ഇതൊന്നൊരു ചോട്ടാമോട്ട അടി ഒരു പ്രശ്നമല്ലാതെയാവും. വലിയ സംഭവങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. പക്ഷേ എപ്പോഴും അവനവൻ്റെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ. നമ്മുടെ കാര്യം ശ്രദ്ധിക്കാൻ ഒരു ഗ്രൂപ്പ് വേണം. നമുക്ക് കുറച്ച് ഡിഫെൻസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവണം. നമ്മുടെ കാര്യം നോക്കാൻ അവിടെ ആൾ വേണം. നോക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും. 100% അപകടത്തിൽപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാധ ഇത് അങ്ങോട്ട് പോയി, ഇത് ഉച്ചടിച്ചു അങ്ങോട്ട് വിട്ടു, ഇങ്ങോട്ട് വിട്ടതാണെങ്കിൽ അങ്ങോട്ട് പോയി അവിടെ കുഴപ്പമുണ്ടാക്കും. അയാളുമായിട്ട് ഒരു ശത്രുത ഉണ്ടാവും. അതിൻ്റെ കോസ്റ്റ് നമ്മളാണ്. അതിനൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞേ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണിത്. അങ്ങനെ ഇത് ഒഴിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടെ തപോബലം കൊണ്ടും ബലം കൊണ്ടും അല്ല നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും കൗശലമാണ്. ശരിക്കും മന്ത്രവാദ ക്രിയകളിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കണം. 4 വശവും ചെസ് കളിക്കുന്ന പോലെ നമ്മൾ 4 വശത്തു നിന്നുള്ള മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലായാൽ മാത്രമേ ഈ പണിക്ക് നിൽക്കാവുള്ളൂ. ഇത് അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാക്കും. പിന്നെ ഈ കയ്യിൽ നിന്ന് പോയാൽ പോയി, എവിടെ അടിക്കും, എങ്ങനെ അടിക്കും, ഇതൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിലും അവരവരുടെ തദ്ദേശീയമായ മാന്ത്രിക വിദ്യകൾ പ്രചരിച്ചിട്ടുണ്ട്. അതെ. വേറെ ഡയമെൻഷൻ വേറെ എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട്. അതെ. റിസൾട്ട് ഇല്ലാതെ മനുഷ്യരിത് ചെയ്തു പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പം ഓരോ സമുദായങ്ങൾ, ഗോത്രങ്ങൾ, കുലങ്ങൾ, ദേശത്തെ ആളുകൾ, ഇവരെല്ലാം തന്നെയും ഉയർന്നതും താഴ്ന്നതും നിലനിന്നതും നിലനിൽക്കാതായതും എല്ലാത്തിനും കാരണം ഈ മന്ത്രവാദ ക്രിയകളുണ്ട്. മനസ്സിനെ സ്വാധീനിച്ചാൽ എന്തും നമുക്ക് നടത്തിയെടുക്കാം.